അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം നമുക്കറിയാം ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ഷഹ്രി റജബ്. റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ നിങ്ങൾ അധികരിപ്പിക്കുക, വർദ്ധിപ്പിക്കുക എന്ന ഹദീസുകളിൽ നമുക്ക് കാണാം. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. മല്ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ തന്റെ ജീവിതത്തിൽ പതിവാക്കിയാൽ, നിർബന്ധമാക്കിയാൽ, ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവൻ അനുഭവിക്കുന്ന എല്ലാ ഹമ്മുകളിൽ നിന്നും, എല്ലാ ടെൻഷനുകളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. വമിൻ കുല്ലി ലൈക്കിൻ മഖ്റജ, എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു അവനിക്ക് റിസ്ക് നൽകും, സമ്പത്ത് നൽകും, ഐശ്വര്യം നൽകും. ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിനോട് പറഞ്ഞ കാര്യം, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങുക. യുർസിലുസ് സമാ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ, ആകാശത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മഴ നൽകും, മുതൽ നൽകും, സമ്പത്ത് നൽകും, മക്കളെ നൽകും. വജഅലക്കും ജന്നാത്തി വജഅലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും, പുഴകൾ നൽകും. ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹു നൽകും എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കൂല. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ അല്ലാഹു ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളായ അടിമകളുടെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ അത്താഴ സമയത്ത്, പാതിരാ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അപ്പോൾ ഈ പരിശുദ്ധ റജബിൽ നാം ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഫസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي
മജ്ലിസിൽ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് റഹ്മായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള്, എല്ലാ ദോഷങ്ങളും, എല്ലാ പാപങ്ങളും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, മക്കള്, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഈ മജ്‌ലിസിലുള്ളവരെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാഗ് നൽകല്ലേ അല്ലാഹ്. മുസീബത്ത് ഇറക്കല്ലേ അല്ലാഹ്. മാരകമായ രോഗം നൽകല്ലേ അല്ലാഹ്. മരുന്നില്ലാത്ത രോഗം നൽകല്ലേ അല്ലാഹ്. അപകട ദുരന്തങ്ങൾ നൽകല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം നൽകല്ലേ അല്ലാഹ്. കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ടെൻഷനിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ, ഇസ്സത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ നിന്റെ ത്വഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോട് കൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും അക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗ്ഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ചീത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഐസിയുവിലും കിടന്ന് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ ജീവിതത്തിലും ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും കൃഷികളിലും തോട്ടങ്ങളിലും വീടുകളിലും ഭാര്യ, മക്കള്, സന്താനങ്ങളെ, കൂട്ടുകുടുംബത്തില്, വാഹനങ്ങളിൽ നീ തന്ന സർവ്വത്തിലും ധാരാളം ഖൈറും ബർക്കത്തും സന്തോഷവും ഇസ്സത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. പെട്ടെന്ന് രോഗികളാക്കല്ലേ അല്ലാഹ്. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാരകമായ മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗം തരാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഖളായിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീ മാറ്റിമറിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ബ്രെയിൻ ട്യൂമർ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹാർട്ടിനൊരു ബ്ലോക്കും തകരാറും നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്കും ലിവറിനും ഒരു പ്രയാസം നീ നൽകല്ലേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്. ഡയാലിസിന് വിധേയമാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ക്യാൻസറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, മൂത്ര സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. മൂത്രത്തിലെ കല്ല്, കിഡ്നിയിലെ കല്ല്, മൂത്രം ശരിക്ക് പോകാത്തവര്, മൂത്രം ഇടക്കിടക്ക് ഇറ്റി വീഴുന്ന ഇങ്ങനെ പ്രയാസം പറഞ്ഞവരുണ്ട്. പഠിച്ചവനെ, സലാമത്ത് നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ ഉള്ളും പുറത്തുള്ള വേദനകള്, തലവേദന, ഇടക്കിടക്ക് ഉണ്ടാകുന്ന തലവേദന, കണ്ണുവേദന, ചെവി വേദന, പല്ലുവേദന, നെഞ്ഞുവേദന, മുക്കുവേദന, നെഞ്ഞുവേദന, മുട്ടുവേദന, ഊരവേദന, ശരീരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലുള്ള വേദനകളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരു വേദനയില്ലാതെ, ഒരു രോഗമില്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ മനസ്സിൽ ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ട്, നല്ല ഉദ്ദേശങ്ങളുണ്ട്, നല്ല മുറാദുകളുണ്ട്. അതെല്ലാം ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഈ പരിശുദ്ധ റജബിൽ ധാരാളം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ശഅബാനിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. റമദാനിൽ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. റമദാനിൽ ധാരാളം അമാലുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി
ആണ് പെണ്ണ്, വലിയവർ ചെറിയവർ എല്ലാവർക്കും നീ ധാരാളം ഖൈറും ബറക്കത്തും സന്തോഷവും ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.